സംസ്ഥാനത്ത് ആൻജിയോഗ്രാം ഉപകരണങ്ങളുടെ വിതരണം നിലച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിച്ചു. ഇന്നു മുതൽ ഉപകരണ വിതരണം നിർത്തിവെക്കുന്നതായി വിതരണക്കാർ അറിയിച്ചതോടെ രോഗികളെ ബാധിക്കാത്ത വിധം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് അധികൃതർ. ഓഗസ്റ്റ് വരെയുള്ള കുടിശ്ശിക നൽകുമെന്ന ഉറപ്പ് സർക്കാർ പാലിച്ചില്ലെന്നാണ് ആൻജിയോഗ്രാം ഉപകരണങ്ങളുടെ വിതരണക്കാർ പറയുന്നത്. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ സുഗമമായി കൊണ്ടുപോകുന്നതിന് പാടുപെടുകയാണ് അധികൃതർ. ഉപകരണങ്ങൾ തിരിച്ചു നൽകാമെന്ന വാക്കിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് കുറേയേറെ സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ മുടങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ താലൂക്ക് ഹോസ്പിറ്റൽ, അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ബീച്ചിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ള ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റേറ്റിൽ നിന്നും ഇന്നലെ കുറച്ചുകൂടി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കി അത് നമ്മളുള്ള ആ എമൗണ്ട് പരമാവധി കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ വേണ്ടിയുള്ള ചർച്ചകൾ തുടരുന്നുണ്ട്. 18 മാസത്തെ കുടിശ്ശികയായ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഓഗസ്റ്റ് വരെയുള്ള കുടിശ്ശിക തന്നു തീർക്കുമെന്ന് ഉറപ്പ് നൽകിയത്. സെപ്റ്റംബർ 1 മുതൽ സംസ്ഥാനത്തൊട്ടാകെ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഉപകരണങ്ങളുടെ വിതരണം നിർത്തുകയാണെന്ന് വിതരണക്കാരുടെ സംഘടനാ പ്രതിനിധികൾ അറിയിക്കുകയായിരുന്നു. സൂപ്രണ്ട് ഫണ്ടിൽ നിന്ന് നമ്മൾ നേരത്തെ അത് സമ്മതിച്ചതാണ്. നമ്മളിവിടെയുള്ള പൈസ 2 കോടി, ഇത് കൂടാതെ KBF നിന്നും ഒരു 2-3 കോടി രൂപ അനുവദിച്ച് ഇമ്മീഡിയറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ടും അത് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് കുറച്ചുകൂടി എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ചർച്ചകൾ നടത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം എന്തായാലും ഏർപ്പെടുത്തും. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ആരോഗ്യമേഖലയിലെ സ്ഥിതിഗതികൾ താളം തെറ്റും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.